മൈകേജ് വ്ളോഗിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട 2 വീടുകളും വാണികുളം പഞ്ചായത്തിൽപ്പെട്ട ഒരു വീടുമാണ് കാണാൻ പോകുന്നത്. ഇത് പുതിയ വീടാണ്. നമുക്ക് ഇതേമാതിരി ഈ വീടിൻ്റെ ഫ്രണ്ട് പോർഷനൊക്കെ ഇതേമാതിരി ഇൻ്റർലോക്ക് ചെയ്ത് തരും. 2 സൈഡിലും ഇതിൽ വേ ഉണ്ട്, വഴികൾ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ ഫിനിഷിങ് വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനാണ്. ഒരു 2000 വരുന്ന സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും സ്ഥലവുമാണ് ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ മുഴുവൻ ഒരു തേക്കിൻ്റെ കാതലോടുകൂടിയിട്ടുള്ള രീതിയിലുള്ള മരം വെച്ചിട്ടാണ് മുഴുവൻ പണി ചെയ്തേക്കുന്നത്. അതേമാതിരി അപ്സ്റ്റെയറിലേക്ക് നമുക്ക് വുഡൻ ടൈൽസ് ഇട്ടിട്ട് നല്ല മനോഹരമായിട്ടുള്ള രീതിയിൽ ഹാൻഡിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ വലിയൊരു നമുക്കൊരു ഡൈനിങ് ഹാളും ഇതിൽ നമുക്ക് കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. അതേമാതിരി നമുക്ക് താഴെ ഇൻ്റർലോക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഫുൾ നല്ല രീതിയിലുള്ള ടൈൽസുകളും കോസ്റ്റ്ലി ആയിട്ടുള്ള ടൈൽസുകളും പിന്നെ ഗ്രാനൈറ്റുകളും മാർബിളും വെച്ചിട്ട് ചെയ്തതാണ്. നല്ല ഹ്യൂജ് റൂംസാണ് ഉള്ളത്. അതേമാതിരി ഇതിൽ അലമാര അതിൻ്റെ കൂടെ ചേർന്ന് നമുക്ക് ഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡ്രസ്സിങ് റൂം മാതിരിയാണ് കർട്ടൻ ഇട്ട് കഴിഞ്ഞാൽ എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂം വരുന്ന 4 BHK വീടാണ് നമ്മൾ കാണുന്നത്. ടൈൽസൊക്കെ അതിമനോഹരമായിട്ട് അവർ താഴെ ഗ്രീപ്പീൻ ടൈൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. ചെറിയ മാറ്റം വരുത്തിയിട്ടുള്ള രീതിയിൽ ഫിക്സഡ് അലമാരകൾ പല റൂമുകളിലായിട്ട് എല്ലാ റൂമുകളിലും ഉണ്ട്. 2 ബെഡ്റൂമാണ് താഴെയുള്ളത്, മുകളിൽ 2 ബെഡ്റൂം. നമുക്ക് കിച്ചൺ കബോർഡുകളൊക്കെ അടിച്ച് നല്ല മനോഹരമായിട്ടുള്ള രീതി കൊടുത്തിട്ടുണ്ട്. മുകളിൽ സ്റ്റോറേജിൻ്റെ സ്പേസ് ഉണ്ട്. അതേമാതിരി ഇവിടെ സെക്കൻഡ് കിച്ചൺ അരുവടുപ്പ് കൊടുത്തിട്ടുണ്ട്, കൊട്ടത്തളം കൊടുത്തിട്ടുണ്ട്, ഗ്രില്ലൊക്കെ ഇട്ടിട്ട്. ഇതിൽ 2 സൈഡിലും ഇതിൻ്റെ ഈ ഭാഗവും നമുക്ക് വഴി വരുന്നുണ്ട്. അപ്സ്റ്റെയറിൽ കയറി കഴിഞ്ഞാൽ 2 ബെഡ്റൂം, നമുക്ക് ഓപ്പൺ ടെറസും നമുക്ക് കാണാം, ബാൽക്കണിയും കാണാം. റൂമുകളൊക്കെ നല്ല വലുപ്പത്തിലുള്ള റൂമുകളാണ്. കൂടാതെ എല്ലാം നമുക്ക് ഫിക്സഡ് അലമാരയുടെയും ചേർന്നിട്ട് നമുക്ക് ഡ്രസ്സിങ് റൂം ആക്കി വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് എല്ലാം നല്ല വലുപ്പമുള്ള റൂമുകൾ തന്നെയാണ്. ഇവിടെയും നമുക്ക് ഫിക്സഡ് അലമാര ഉണ്ട്. എല്ലാ റൂമുകളിലും ഫിക്സഡ് അലമാര അവർ കൊടുത്തിട്ടുണ്ട്. മെജോറിറ്റിയൊക്കെ ടൈൽസാണ്, നല്ല രീതിയിലുള്ള കോസ്റ്റ്ലി ഐറ്റംസ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓണർ ഉദ്ദേശിക്കുന്ന വില 65 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിളാന്ന് പറഞ്ഞ് 10 സെൻറ്റ് സ്ഥലവും 2000-അടുത്ത് വരുന്ന സ്ക്വയർ ഫീറ്റുമാണ് ഉള്ളത്. ഹൈവേയിൽ നിന്ന് 500 മീറ്റർ മാത്രം മാറിയിട്ടാണ്. അപ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്യാതെ കാണണം. നമ്മൾ 3 വീഡിയോ ചെയ്യുന്നുണ്ട്. ഇനി ലോ ബഡ്ജറ്റ് 2-3 വീഡിയോ കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. അടുത്ത വീഡിയോ കൂടെ കണ്ടിട്ടേ സ്കിപ്പ് ചെയ്യാവൂ. അപ്പോൾ ഫിനിഷിംഗ് പോയിൻ്റോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ വർക്കുകളും. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ മാത്രമാണ് ഇനി ഇത് ചെയ്യാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് ഷൊർണൂർ തന്നെ ഉള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഷൊർണൂർ മുനിസിപ്പാലിറ്റി തന്നെ പെട്ട ഒരു വീടിൻ്റെ ദൃശ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതാണ് ആ വീട്. ഒരു സിറ്റ് ഔട്ട് കഴിഞ്ഞ് നമുക്കിവിടെ ഒരു ഹാളാണ്. ഇത് കുറച്ച് പഴക്കമേ ഉള്ളൂ, അധികം പഴക്കമില്ലാണ്ട് പഴക്കമുള്ള വീടൊന്നുമല്ല. അപ്പം ഇതിൽ നിന്ന് നമുക്ക് വന്നു കഴിഞ്ഞാൽ നല്ല വിശാലമായിട്ടുള്ളൊരു ഹാള് കാണാം. കിച്ചൺ, അതേമാതിരി ഇവിടെ ഒരു ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം, ചെറിയൊരു പൂജാ റൂം, കിച്ചൻ്റെ പോർഷൻ,
നമുക്ക് വർക്ക് ഏരിയ 2 കിണറുണ്ട്. ഒന്ന് കുഴൽക്കിണറുണ്ട്, നമുക്ക് ഓപ്പൺ കിണറുണ്ട്. യഥേഷ്ടം വെള്ളം കിട്ടുന്നതെന്നാണ് പറഞ്ഞത്. ഇവിടെ നമുക്കൊരു സ്റ്റോർ റൂമുണ്ട്. അപ്പോൾ അപ്സ്റ്റെയറിലേക്ക് ഒന്ന് കയറിയിട്ട് അതിൻ്റെ വിശേഷങ്ങൾ കൂടെ കാണാം. അപ്സ്റ്റെയറിലേക്ക് നമ്മൾ വന്ന് 2 ബെഡ്റൂമാണ് അപ്സ്റ്റെയറിലുള്ളത്. അപ്സ്റ്റെയറിൽ നിന്ന് നമുക്ക് ബാൽക്കണിയിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽ ചെയ്തിട്ടുണ്ട്. അടുത്തൊക്കെ വീടുകളുള്ളതാണ്. നമുക്ക് ഹൈവേയിൽ നിന്നും ഇതും 500 മീറ്റർ മാത്രം മാറിയിട്ടുള്ളതാണ്. ഷൊർണൂർ കുളപ്പള്ളി ഹൈവേയിൽ നിന്ന് 500 മീറ്റർ മാത്രം മാറിയിട്ടുള്ള വീടാണ്. ഇതിൻ്റെ വില വരെ പറയുന്നത് 35 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിളാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. നമ്മളിനി ഒരു വാണിയംകുളത്തൊരു വീഡിയോ കൂടി കഴിഞ്ഞതിന് ശേഷം അപ്പോൾ സ്കിപ്പ് ചെയ്യാവുന്നു. മനോഹരമായിട്ടുള്ള ടെറസിൽ മനോഹരമായിട്ടുള്ള ഒരു പൂന്തോട്ടം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് വാണിയംകുളത്ത് വരുന്ന സ്ഥലമാണ്. അതായത് നമുക്ക് പി കെ ദാസിൽ നിന്നും 1 കിലോമീറ്റർ മാത്രം, അതായത് ഹൈവേയിൽ നിന്നും 1 കിലോമീറ്റർ ബസ് റൂട്ടിൽ തന്നെയുള്ള സ്ഥലമാണ്. സ്ഥലവും വീടുമാണ്. 5 സെൻറ്റ് സ്ഥലത്തിൽ വരുന്നു. 1100 സ്ക്വയർ ഫീറ്റിൽ വരുന്ന മുകളിൽ വരുന്ന വീടാണ്. ഡബിൾ ടക്ക് വീടാണ്. അപ്പോൾ നമുക്ക് താഴ്ഭാഗത്തൊക്കെ കംപ്ലീറ്റ് ടൈൽസ് ഇട്ടുണ്ട്. മോൾ പോർഷൻ റെഡ് ഓക്സൈഡാണ് ചെയ്തേക്കുന്നത്. നമ്മുടെ ബാൽക്കണി ഭാഗമാണ്. ഇതിൽ നമുക്ക് ഒരു സ്ലൈഡിങ് ഡോറുണ്ട്, ചെറിയൊരു ഡോറുണ്ട്. അപ്പോൾ നമുക്ക് കാറൊക്കെ കയറ്റി നിർത്താൻ പറ്റുന്ന രീതിയിൽ നല്ല വിശാലമായിട്ടുള്ള രീതിയിലുള്ള സ്പേസുകളുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ചെറിയ വീടാണെങ്കിലും താഴെ ഒരു 2 ബെഡ്റൂമും മുകളിലൊരു 2 ബെഡ്റൂമും ഉണ്ട്. സിറ്റ് ഔട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു ഹാളാണ്. പിന്നെ അപ്സ്റ്റെയറിലേക്കുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ കിച്ചണുണ്ട്, വർക്ക് ഏരിയ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം, ഇവിടെ ഒരു ബെഡ്റൂം, 2 ബെഡ്റൂമാണ്. അതിലൊന്നിൽ അറ്റാച്ച്ഡ് ആണ്. ഈ റൂം അറ്റാച്ച്ഡ് ആണ്. അടുത്തടുത്ത് 2 റൂമുകളുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ. ഇവിടെ മുഴുവൻ വെർട്ടിഫൈഡ് ടൈൽസ് ആണ് ഇട്ടേക്കുന്നത്. നമുക്ക് മുകളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ഇത് റെഡ് ഓക്സൈഡ് നമുക്ക് ടൈൽസ് ഒട്ടിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു ബെഡ്റൂം, പിന്നെ ഇവിടെ ഈ ഭാഗത്ത് ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്നിട്ടൊരു ബാൽക്കണിയും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മെയിൻ എൻട്രി കാണാം. വീടിൻ്റെ മെയിൻ എൻട്രി ഭാഗമാണ്. ഇതിനും 35 ലക്ഷം രൂപയാണ് പറയുന്നത്. നെഗോഷ്യബിളാണ്. അപ്പോൾ നമ്മുടെ ചാനലിലെ മികച്ച ബ്ലോഗ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത്. ആരോമൽ ജെ സൈനിങ് ഓഫ്.